മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കടമ ഒന്ന് ഇപ്പൊ നമ്മൾ എവിടം വരെ പറഞ്ഞെത്തി? ഗർഭിണിയാകുമ്പോ രണ്ടുപേരും കൂടെ ദുആ ചെയ്യണം. അല്ലാഹുവേ, ആണ് വേണോന്നല്ല പെണ്ണ് വേണോന്ന് ദുആ ചെയ്തില്ലേ, ഇൻ ആതൈതനാ സാലിഹ ലനകൂനന്ന മിനശ് ശാകിരീൻ. അല്ലാഹുവേ, നീ ഈ കുഞ്ഞിനെ സ്വാലിഹാക്കി തന്നാൽ ഞങ്ങൾ നന്ദിയുള്ളവരായിക്കോളാം തമ്പുരാനെ. അങ്ങനെ കുഞ്ഞ് വളർന്നു, പ്രസവിക്കാറായി. പ്രസവിച്ചു കഴിഞ്ഞാൽ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കടമ, ഈ കടമയനുസരിച്ച് മക്കളെ ജീവിച്ചാലാണ് മക്കൾ നന്നാവുക. അടുത്ത കടമ ഹഖുൽ വലദി അലൽ വാലിദി അയ്യുഹ്സിനി ഇസ്മഹു ഇദാ വലദാ. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള പ്രഥമ കടമ അയ്യുഹ്സിനി ഇസ്മഹു ഇദാ വലദാ. അവനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവനൊരു നല്ല പേരിട്ട് കൊടുക്കുക. ഇത് മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. കാരണം നമ്മൾ തന്നെ ചില ആളുകൾ പറയുമോ, എന്റെ പേര് എനിക്ക് ഇഷ്ടമേ അല്ല, എന്റെ പേര് കൊള്ളത്തില്ല. നമുക്കൊരു സ്വാതന്ത്ര്യമില്ല നമ്മുടെ പേരിന്റെ കാര്യത്തിൽ. ഇത് വാപ്പായി ഉമ്മായി ഇടേണ്ടതാണ്. ഒന്ന്, ജനിച്ചാൽ ഉടനെ ഒരു നല്ല പേരിട്ട് കൊടുക്കണം. ഇന്നൊരു ചെറുപ്പക്കാരൻ എന്നോട് മെസ്സേജ് ചാറ്റ് ചെയ്തു, ഉസ്താദ് എന്റെ മോക്കൊരു നല്ല പേര് പറഞ്ഞു കൊടുക്കും. നല്ല പേരിടണം. ഇപ്പൊ നമ്മുടെ പേരൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. നെറ്റുകളിലാണ് ഇപ്പൊ ശ്രദ്ധ. പണ്ടൊക്കെ പള്ളിയിൽ ഉസ്താദ്മാരോടൊന്നും ചോദിക്കും നല്ല പേര്. ഇപ്പൊ നെറ്റിൽ സെർച്ച് ചെയ്യാൻ കിട്ടണ പേര്, അതിന്റെ അർത്ഥമൊന്നും കൃത്യമായിട്ട് ശരിയൊന്നുമല്ല. ഈ ഗൂഗിളിൽ നോക്കിയിട്ട് നിങ്ങളിടുന്ന പേരിന്റെ മീനിങ് ഒന്നും കറക്റ്റ് ഒന്നുമല്ല. ഇപ്പൊ മുക്രിയും വേണ്ട, മുയിലാരും വേണ്ട, ഇപ്പൊ ഗൂഗിൾ മുസ്ലിയാരും മതി. അതിനകത്ത് സെർച്ച് ചെയ്തിട്ടാണ് ആളുകൾ പേരിടുക. അതത്ര കറക്റ്റ് ഒന്നും ആവില്ല. ഉസ്താദന്മാരോട് ചോദിക്കണം, പേരിൽ കാര്യമുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു, മോനെ നിന്റെ പേരെന്താ? അബ്ദുന്നാർ. നിന്റെ വീട്ടുപേരെന്താ? ബൈത്തുന്നാർ. അബ്ദുന്നാർ എന്ന് പറഞ്ഞാൽ തീയുടെ അടിമ. വീടിന്റെ പേര് ബൈത്തുന്നാർ, തീയുടെ വീട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ കാര്യവും ഏതാണ്ട് അങ്ങനെയൊക്കെ ആവാനേ സാധ്യതയുള്ളൂ. പിന്നീട് കാണാം, ആ മനുഷ്യൻ മരിച്ചത് അദ്ദേഹത്തിന്റെ വീടിന് തീ പിടിച്ചിട്ടാണ്. ഹദീസിൽ കാണാം, ആ മനുഷ്യൻ മരിച്ചത് അദ്ദേഹത്തിന്റെ വീടിന് തീ പിടിച്ചിട്ടാണ്. അപ്പൊ വീടിന് പേരിടുന്നതിൽ മക്കൾക്ക് പേരിട. ഇപ്പൊ പേരിലിപ്പോ എന്താ ഇത്ര വലിയ കാര്യമെന്ന് തോന്നും. പേരിൽ കാര്യമുണ്ട്. നല്ല പേരിടാവൂ. ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടിയെ ചേർക്കാൻ വന്നു. അവന്റെ പേര് അബുൽ ആസി എന്നാണ്. അബുൽ ആസി എന്റെ ഉസ്താദ്. അബുൽ ആസി എന്ന തെറ്റുകളുടെ വാപ്പ, തമ്മാടിത്തരത്തിന്റെ വാപ്പ. അവൻ ജീവിതത്തിൽ മൊത്തം അങ്ങനെയായിരുന്നു. അബുൽ ആസി കേട്ടാൽ എന്താ രസം. ആ പേര് സംവിധാനം മാറ്റി ഞാനകത്തേക്കൊന്നും കടക്കുന്നില്ല. നല്ല പേരിടണം. ഏറ്റവും നല്ല പേരേതാ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേരേതാ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? നമ്മളിപ്പോ വാപ്പാക്കും ഉമ്മാടെ കൂടെ പേര് ചോദിച്ചിട്ട് അതിനൊത്ത ഒരു പേറ്റം കറക്റ്റ് ചെയ്യുക. ബാസത്തിന് അസൂറാക്കും കൂടെ ഒരു കുട്ടി ഉണ്ടാക്കി. ബാസത്തിന്റെ ബായും അസൂറാടെ സൂറും കൂടെ ചേർത്തിട്ട് കുട്ടിക്ക് പേരിട്ടു ബാസൂർ. എന്താ അർത്ഥം? മൂലക്കുരു. ബാസൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൂലക്കുരു. പിന്നെ മുഹമ്മദ് ഇങ്ങനെ ചേർക്കാതിരുന്ന അങ്ങനെ മുഹമ്മദ് ബാസൂറായി, സ്തുതിക്കപ്പെട്ട മൂലക്കുരു. അങ്ങനെയല്ല, ഏറ്റവും നല്ല പേരിട്ട് കൊടുക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള എന്നാണ്. രണ്ടാമത് അബ്ദുറഹ്മാൻ എന്ന പേരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള. അബ്ദുള്ള എന്ന പേരുള്ളവരൊക്കെ ഒന്ന് കൈവക്കി ഈ സ്റ്റേജില്. അത് കൈവക്കി. അബ്ദുള്ള എന്ന് പേരുള്ളവരൊന്ന് കൈവക്കി. ഞങ്ങളുടെ വാപ്പായുമായി നല്ല ആളുകള്. നിങ്ങൾക്ക് അതിനകത്ത് കഥയൊന്നും ഇല്ല, അവരിട്ടതാണ്. അബ്ദുറഹ്മാൻ എന്ന കൈവക്കി. അബ്ദുറഹ്മാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ്. സ്റ്റേജിൽ അബ്ദുള്ള ഇല്ല. ഉസ്താദുണ്ട്. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അതൊക്കെ നല്ല മാതാപിതാക്കളുടെ ലക്ഷണങ്ങളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ അജ്മൽ, ജുമാൽ, കുജാൽ, ഇല്ല. മൊബൈലിന്റെ പേരിറങ്ങുമ്പോ വിവോ, ഓപ്പോ, കാപ്പോ, ഗീപ്പോ, മൂപ്പോ. ആദ്യം നിങ്ങൾ മാതാപിതാക്കളുടെ കടമയാണ്. കാരണം നാളെ ബാപ്പാടെ പേര് വെച്ചിട്ടാണ് സ്വർഗത്തില് പേര് വിളിക്കുക. ആ പേര് വിളിക്കുമ്പോ നാളെ
നാളെ സ്വർഗത്തിലെ ഏറ്റവും നല്ല പേര് വിളിക്കപ്പെടാൻ നിങ്ങളുടെ പേരുകളെ മൊഞ്ചാക്കണേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പേരുകൾക്ക് അർത്ഥമുണ്ട്, പേരുകൾക്ക് അർത്ഥമുണ്ട്. പലസ്തീനിലെ പള്ളിയിൽ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് സുബൈ കഴിഞ്ഞിട്ട് ഖുർആൻ എടുക്കാൻ വേണ്ടി വന്ന ഈ ജയിൽ വന്ന ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന പലസ്തീനിന്റെ തളരാത്ത പോരാളിയെ അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ നാപ്പാ ബോംബുകളെ തകർത്ത് തരിപ്പണമാക്കി ഷെയ്ഖ് അഹമ്മദ് യാസീൻ ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോ ആ അഹമ്മദ് യാസീൻ കൊല ചെയ്യപ്പെട്ട ദിവസം പലസ്തീനിൽ ജനിച്ച 100-ലധികം കുട്ടികൾക്ക് പലസ്തീനികളുടെ പേരിട്ടത് അഹമ്മദ് യാസീൻ എന്ന ഒരു അഹമ്മദ് യാസീനെ കൊല ചെയ്യപ്പെട്ടപ്പോ 1000 അഹമ്മദ് യാസീന്മാര് പലസ്തീനിൽ ഉദിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾക്ക് വിപ്ലവത്തിന്റെ ചോരയുണ്ടാകണേ, നിങ്ങളുടെ പേരുകൾക്ക് ഇസ്ലാമിന്റെ ചായ ഉണ്ടാകണേ. ഇതാ വലതാ മക്കളെ ജനിച്ചാലാ മക്കൾക്ക് ആദ്യമായി നല്ല ഒരു പേരുണ്ടാവണം. മുഹമ്മദ് മുസ്തഫ, അഹമ്മദ് മുജ്തബ. എത്ര നല്ല പേരാണിത്, അഹമ്മദ് മുജ്തബ. അഹമ്മദ് മുജ്തബ എന്താ പേര്? ആരുടെ പേരാണ്? നബി മുഹമ്മദ് മുസ്തഫ. എന്റെ മോനെ പേരിട്ടു അഹമ്മദ് മുജ്തബ. എത്ര നല്ല പേരാണ്, എത്ര നല്ല പേരാണ്. ആരുടെ പേരാണ്? മുഹമ്മദ് നബിയുടെ. മുഹമ്മദ് നബിയുടെ പേരിന്റെ പ്രത്യേകത ഏതാ? വല്ലാഹു അസ്മാക അസ്മൻ മുബാറക അതറക അല്ലാഹു ബിഹി സാറക. അല്ലാഹു തിരഞ്ഞെടുത്ത പേരാണ് മുത്തു മുസ്തഫായുടേത്. മുത്തു മുസ്തഫയുടെ പേരിടരെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാ ചെറുപ്പക്കാരാ നിനക്കൊരു മനസ്സിന് അത് വേണ്ട എന്ന തോന്നലുണ്ടാവുക? കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിൽ നിന്ന് പൊങ്ങിയ ഫ്ലൈറ്റ് പകർന്നിട്ട് 46 പേര് മരിച്ചുപോയി. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച പാകിസ്ഥാന്റെ ലാഹോർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നു പൊങ്ങിയ ഒരു ഫ്ലൈറ്റ് തകർന്ന് അറ്റ്ലാന്റിക്കിൽ വീണു. 46 പേര് മരിച്ചുപോയി. വാർത്ത വായിച്ചോ? നിങ്ങൾ വായിച്ച? നിങ്ങൾ എയർ ഇന്ത്യ നോക്കിയിരുന്നാ മതി. എയർ ഇന്ത്യയിലല്ല, പാകിസ്ഥാൻ എയർവേസിൽ നമ്മുടെ എയർവിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് റിയാദിന്ന് കയറ്റ പ്രസവിച്ചിട്ട് 40 കഴിഞ്ഞാലും ചിലപ്പോൾ ആ സാധനം ഇവിടെ വരണമെന്നില്ല. 46 പേര്. നിങ്ങളെ വാർത്ത വായിച്ചോ? ആ വാർത്ത വായിച്ചെങ്കിലും തകർന്നുപോയ പാകിസ്ഥാൻ ഫ്ലൈറ്റില് മരിച്ചുപോയ 46-ൽ ഒരാളുണ്ട്, ജുനൈദ് ജംഷീദ്. ആരാ ജുനൈദ് ജംഷീദ്? ആരാ? 1990-കളിൽ പാകിസ്ഥാനിലെ പോപ്പ് മ്യൂസിക്കത്തിന്റെ രാജാവായിരുന്ന നീല ഇരുണ്ട വെളിച്ചത്തിൽ വരുന്ന നീലബൾബുകളുടെ വെളിച്ചത്തില് കൂടുതൽ പെണ്ണുങ്ങളുടെ അർദ്ധനങ്ങളായ പെണ്ണുങ്ങളുടെ കൈപിടിച്ചിട്ട് ക്യാബറേനൊക്കെ നടത്തിയ 1990-കളിൽ ബ്ലാക്ക് മ്യൂസിക്കിന്റെ ആൽബത്തിന്റെ ഉപജ്ഞാതാവായിരുന്ന ജുനൈദ് ജംഷീദ് അരയ്ക്ക് റിപ്പോർട്ട് തുണിയില്ലാത്ത അർദ്ധനാരികളുടെ കൈപിടിച്ചിട്ട് അർദ്ധരാത്രിയിൽ ആഭാസത്തിന് അസുരനൃത്തം പറ്റിയ ജുനൈദ് ജംഷീദ് ഡോളറുകൾ സമ്പാദിച്ചു, കോടികൾ സമ്പാദിച്ചു. അവസാനം അദ്ദേഹം ജീവിതത്തിന്റെ വഴിത്തിരിവ് പോലെ താരിഖ് ജമാൽ എന്ന് പറയുന്ന പാകിസ്ഥാൻ പണ്ഡിതനുമായി ഒരു അവസ്കരമായി പരിചയപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മാറ്റമായി. പോപ്പ് സംഗീതം വലിച്ചെറിഞ്ഞ് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ഇതിഹാസമായിരുന്ന സൈദന്ദറുമായി സൗഹൃദം സ്ഥാപിച്ചു. അവസാനം അദ്ദേഹം പോപ്പ് സംഗീതം വലിച്ചെറിഞ്ഞു. അതിലൂടെ കിട്ടിയ വരുമാനം വലിച്ചെറിഞ്ഞു. നീണ്ട താടിയും തലപ്പാവും ധരിച്ചിട്ട് പിന്നെ അദ്ദേഹം പോയത് മദീനയിലേക്കാ. അവിടെ പോയിട്ട് അദ്ദേഹം പറഞ്ഞു, മദീനയിൽ നിന്ന് ഞാനൊരു പുതിയ സംഗീതം തുടങ്ങാണ്. എന്നിട്ട് പച്ചക്കുപ്പയുടെ താഴെ പോയിരുന്ന് 1990-കളിൽ പോപ്പ് സംഗീതം കൊണ്ട് പാകിസ്ഥാനെ കിടുകിടാതുറപ്പിച്ച പാകിസ്ഥാനി പെണ്ണുങ്ങളുടെ ഹൃദയത്തിൽ കുടിയേറിയ സംഗീത നായകൻ മദീനയിൽ നിന്ന് പുതിയ സംഗീതം തുടങ്ങുകയാ. പച്ചക്കുപ്പയുടെ താഴെ പോയിട്ട് അദ്ദേഹം സംഗീതം ആലപിച്ചു. ഏതെന്നറിയോ? മൗലായ സല്ലീവ സല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ഹബീബായ നബി തങ്ങളുടെ പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ പാട്ടുപാടി അവസാനം ജുനൈദ് ജംഷീദ് തന്റെ ഭാര്യയെ പറഞ്ഞിരിപ്പിച്ചിട്ട് തന്റെ മക്കൾക്ക് പേരിട്ടതെങ്ങനെയാ? ഒന്നാമത്തെ മോനെ അഹമ്മദ് മുജ്തബ, മുഹമ്മദ് മുസ്തഫ. പ്രവാചക അനുരാഗത്തിന്റെ ആന്തോളനത്തിന്റെ അടയാളങ്ങൾ തന്റെ ആത്മാവിലേക്ക് പ്രഫുല്ല ചന്ദ്രിക പോലെ ചേർത്ത് വെച്ച ജുനൈദ് ജംഷീദ് അല്ലാഹുവിന്റെ റസൂലിനെ നേരത്തെ പാടാൻ പോകുന്ന അവസ്ഥയിലാണ് വഫാത്താകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ,
മക്കളെ പോപ്പ് സംഗീതത്തിന്റെ ആൽബത്തിന്റെ ആചാരൻ പോലും തന്റെ മക്കൾക്ക് പേരിട്ട് കൊടുത്തത് അഹമ്മദ് മുജ്തബ. അതുകൊണ്ട് നിങ്ങളുടെ പേരുകൾ അയ്യുഹുസിൻ ഇസ്മഹു ഇദാ വലദാ. നിങ്ങളുടെ മക്കൾക്ക് പേരിടുമ്പോ ഏറ്റവും നല്ല പേരിടണേ. രണ്ടാമത്തെ കടമ ഞാൻ ചുരുക്കി പറയാണ്. രണ്ടാമത്തെ കടമ വയുഅല്ലിമഹു ഇദാ അകലാ. അവന് പ്രായപൂർത്തിയായാൽ അവന് ദീനിന്റെ വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കണേ. ദീനിന്റെ വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കണേ. അവന് മദ്രസാ വിദ്യാഭ്യാസം നടത്തി കൊടുക്കണേ. ആർക്കും മദ്രസയുടെ വിദ്യാഭ്യാസം വേണ്ട. എന്റെ പിതാവിനും എന്റെ മാതാവിന് തണുപ്പുള്ള രാത്രിയിലൊരു തമാശ തോന്നിയപ്പോ ആ തമാശയിൽ നിന്നാണ് എന്റെ ജന്മമുണ്ടായതെന്ന് പരസ്യമായി പ്രസംഗിച്ചവൻ എഴുതി വെച്ച പുസ്തകങ്ങൾ നമ്മുടെ ലൗകിക പാഠപുസ്തകങ്ങളിൽ നമ്മുടെ മക്കൾ പഠിപ്പിക്കുമ്പോ സമസ്തയുടെ മദ്രസയുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്തിയിട്ട് 7 മക്കളിക്ക് മക്കളെ നീ പറഞ്ഞു വിടുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ മക്കൾ പോയിട്ട് പഠിക്കുന്നത് എന്തെന്നറിയോ? എന്റെ മാതാവിനും എന്റെ പിതാവിനും തണുപ്പുള്ള രാത്രിയുടെ തമാശ തോന്നിയപ്പോ ആ തമാശയിൽ നിന്നാണ് എന്റെ ജന്മമുണ്ടായത്. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളോട് എനിക്കൊരു കടമയില്ലെന്ന് പറഞ്ഞ സാഹിത്യ നായകൻ എഴുതി വെച്ച പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. രാവിലെ ഇബ്രാഹിം മുസ്ലിയാര് 4 പതിറ്റാണ്ടായി ഈ തലമുറയ്ക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തെന്ന് പറഞ്ഞല്ലോ. അല്ലാഹു അദ്ദേഹത്തിന് പരലോകത്തിന് ആ പ്രതിഫലം കൊടുക്കട്ടെ. 4 പതിറ്റാണ്ട് കാലം ഇബ്രാഹിം മുസ്ലിയാർ ഇവിടത്തെ സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിച്ചു കൊടുത്ത വിജ്ഞാനമേടാ. തണുപ്പ് കാലത്തുണ്ടായ മാതാവിന്റെ കുസൃതിയല്ല. എന്റെ മുമ്പിൽ കോച്ചുന്ന ഡിസംബറിന്റെ മരം കോച്ചുന്ന തണുപ്പത്ത് വന്നിരിക്കുന്ന കുരുന്നുകളോട് മക്കളെ വലാ തകുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വകുല്ലഹുമാ ഖൗലൻ കരീമാ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽവാലിദൈനി ഇഹ്സാനാ. മക്കളെ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണേ കുഞ്ഞുങ്ങളെ. ഇമ്മായ ബിരുഗന്ന ഇന്ദകൽ കിബറാഹദുഹുമാ ഔ കിലാഹുമാ. നിന്റെ വാപ്പക്കോ ഉമ്മക്കോ രണ്ടാളൊരാൾക്കോ വാർദ്ധക്യമെത്തിയാൽ വലാ തകുല്ലഹുമാ ഉഫിൻ എന്ന് നീ അവരുടെ മുഖത്ത് നോക്കി പറയല്ല കണ്ണേ. വലാ തൻഹറുഹുമാ, മാതാപിതാക്കളെ വരട്ടല്ല കൺമണിയെ എന്ന് 4 പതിറ്റാണ്ട് കാലം ഇബ്രാഹിം മുസ്ലിയാർ പഠിപ്പിച്ചു കൊടുത്തത് ഇതാണ്. അത് വലിച്ചെറിഞ്ഞിട്ട് നിന്റെ മക്കൾ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കടപ്പുറം തേടിപ്പോയപ്പോ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ച് മക്കളതിനെ കടന്നുപോയപ്പോ ആ മക്കൾക്ക് +2 പഠിക്കുന്ന ആണിനും പെണ്ണിനെ കെട്ടിപ്പിടിച്ച് സെൽഫി എടുത്താൽ കുഴപ്പമില്ല. അന്യപുരുഷന്റെ മടിയിൽ കയറി ഇരുന്നിട്ട് സെൽഫി എടുത്താൽ നിന്റെ പെമ്മക്കൾക്ക് പ്രശ്നമില്ല. കോളേജിൽ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ വിട്ട പെമ്മക്കള് ഹോട്ടലിൽ പോയി ആ പിള്ളേരെ മടിയിൽ തലവെച്ചിട്ട് ഇത് ന്യൂ ഇയറിന്റെ സെൽഫി എന്ന് പറഞ്ഞിട്ട് അവളുടെ ശരീരം അന്യപുരുഷന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചാൽ നിനക്ക് പ്രശ്നമില്ല. കാരണമേതെന്നറിയോ? നീസാനിന്റെ ഇൽമ നീ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. സിറാത്ത് കടക്കേണ്ട വിജ്ഞാനം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. നരകത്തിന്റെ തീയുടെ ബോധം കൊടുത്തിട്ടില്ല. എന്റെ മാതാപിതാക്കള് ഖുർആൻ പ്രവാചകൻ പറഞ്ഞു രണ്ടാമത്തെ കടമ വയുഅല്ലിമഹു ഇദാ അകലാ. അവർക്ക് പ്രായബുദ്ധിയെത്തിയാൽ നീ അവർക്ക് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കണേ. ഏത് വിജ്ഞാനമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത വിജ്ഞാനം? ഏതാ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത വിജ്ഞാനമേതാ? നമ്മൾ ഇബ്രാഹിം മുസ്ലിയാർ 4 പതിറ്റാണ്ട് പറഞ്ഞു കൊടുത്തെന്ന മക്കളോട് വലാ തകുല്ലഹുമാ ഉഫിൻ. ആ പഠിപ്പിച്ചു കൊടുത്ത മുഅല്ലിമിന് ഇന്നും ശമ്പളം ഗോസത്തിലെ വെള്ളം പോലെയാണ്. കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. നിന്നെ ചെയ്യുന്ന പറയരുതേ, വാപ്പേ തോണ്ടരുതേ, ആക്കി ഓടിക്കരുതേ എന്ന് പറഞ്ഞ പള്ളിക്കലെ മുസ്ലിയാരെ ശമ്പളം ഇപ്പോഴും ഗോസത്തിലെ വെള്ളം പോലെ കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. എന്നാൽ ബാക്കി പഠിപ്പിച്ചു കൊടുത്തവനൊക്കെ UGC സ്കെയിലുമുണ്ട്. ഞാനവരെ കുറ്റപ്പെടുത്തല്ല. പക്ഷെ എന്തുകൊണ്ട് ഈ 90 കഴിഞ്ഞ കിളവന്റെ പല്ലാടുന്നത് പോലെ ആടുന്ന മരബെഞ്ചിലിരുന്നിട്ട് ആഖിറത്തെ പഠിപ്പിച്ചു കൊടുത്ത അടിസ്ഥാന വർഗത്തെ എന്തുകൊണ്ട് നമ്മൾ മറന്നുപോയി എന്ന് ചോദിച്ചാൽ മഹല്ല് കമ്മിറ്റികളും പൊതുജനങ്ങളും മഹല്ലംഗങ്ങളും അക്കാര്യത്തിൽ ബോധവാന്മാരാകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ.
44 പതിറ്റാണ്ടായി ഇബ്രാഹിം ഉസ്താദ് ബാങ്ക് വിളിക്കുന്നു. 5 പതിറ്റാണ്ട് 50 വർഷമായി. ആരെങ്കിലും 12 വർഷം തുടർച്ചയായി ബാങ്ക് വിളിച്ചാൽ, ആരെങ്കിലും 12 വർഷം തുടർച്ചയായി ബാങ്ക് വിളിച്ചാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള തടസ്സം മരണം മാത്രമാണ്. അവൻ മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ 3 സ്വർഗത്തിന്റെ ഉടമയായി കഴിഞ്ഞു ഇബ്രാഹിം ഉസ്താദ്. ഇല്ലേ? ആഖിറത്തിലെ ഏറ്റവും വലിയ പദവി ഇബ്രാഹിം ഉസ്താദാണ്. അദ്ദേഹം പള്ളിക്കലെ മുക്രിയൻ. എന്നാൽ ഈ നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളം അദ്ദേഹത്തിനാണ് താനും. അല്ലേ? അങ്ങനെയല്ലേ? അതിനിപ്പോ ഇനി അത് എങ്ങനെ അറിഞ്ഞു ബാക്കവിനെ ചോദിച്ച പള്ളിയിലെ മുഹദ്ദിന്റെ ശമ്പളം ഏറ്റവും കുറവാണെന്നറിയാൻ A+B²=A²+B²+2AB എന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. പള്ളിയിലെ മുക്രിയുടെ ജോലിയാണ് ഏറ്റവും കഷ്ടപ്പെട്ട ജോലി. ഏറ്റവും ചെറിയ ശമ്പളം അദ്ദേഹത്തിനാണ്. ഇനി ഒരു റാത്തീബിന് പോയാലും ഖത്തീബിന് 200 കിട്ടിയാലും മുക്രിക്ക് അപ്പോഴും 50 ഉണ്ടാവും. അള്ളാഹു പക്ഷെ ആഖിറത്തിലെ ദറജ അവർക്ക് കൂടുതലാണ്. സമുദായം ഇക്കാര്യം നന്നായി ശ്രദ്ധിക്കണം എന്ന് ഭംഗ്യം തരേണ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.